من أتى عرافا فسأله عن شيء لم تقبل له صلاة 40 ليلة أو كما قال عليه الصلاة والسلام. ആരെങ്കിലും ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് പോയാൽ, ആരെങ്കിലും പൂജാരിമാരുടെ അടുക്കലേക്ക് പോയാൽ, അത് കാഷായ വേഷം ധരിച്ചവരായാലും അത് വെള്ള വേഷം ധരിച്ചവരായാലും അത് പച്ചപ്പട്ട് വിരിച്ചിരിക്കുന്നവരായാലും, ഇങ്ങനെയുള്ള പൂജാരിമാരുടെ അടുക്കലേക്ക്, ഇങ്ങനെയുള്ള കള്ള പുരോഹിതന്മാരുടെ അടുക്കലേക്ക് ആരെങ്കിലും കടന്നു ചെന്നാൽ ഫസഅലഹു അൻ ശൈ, എന്നിട്ട് ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ ഭാണ്ഡക്കെട്ട് അവരുടെ മുന്നിൽ തുറന്ന് ഇതിനൊരു പരിഹാരം അവരിൽ നിന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലം തുഖബല്ലഹു സ്വലാത്തുൻ 40 ലൈല, അവരുടെ 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അവന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ടതന്നെ, അവരുടെ നിസ്കാരം അല്ലാഹുവിന് വേണ്ടതന്നെ. ഇങ്ങനെയുള്ള പുരോഹിതന്മാരുടെ അടുക്കലേക്ക് ചെന്ന് തീയതി കുറിക്കാൻ പോകുന്ന മുസ്ലിമേ, പ്രശ്ന പരിഹാരത്തിന് പോകുന്ന മുസ്ലിമേ, ആരെങ്കിലും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഹബീബായ മുത്ത് പറയുകയാ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഇങ്ങനെയുള്ള വേഷധാരികളുടെ അടുക്കലേക്ക്, കപടന്മാരുടെ അടുക്കലേക്ക് പോയാൽ അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിപ്പിക്കട്ട സർവ്വവിധ നന്മകളെയും നിഷേധിച്ചവരുടെ കൂട്ടത്തിലാണ് അവരെന്ന് പ്രവാചകനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കപടന്മാരുടെ ഇസ്ലാമിക് ജ്യോതിഷം ഇസ്ലാമിലില്ല. അവരെന്താ ഒപ്പിച്ചേ? ഇസ്ലാമിക് ജ്യോതിഷം, അറബിക് ജ്യോതിഷം. അല്ലേ? കള്ള് ഹറാമാ, ഹലാൽ ബിയർ ആണെങ്കിലോ ഹലാല് കള്ളിറങ്ങുമല്ലേ? കള്ളുകുപ്പികൾ നിരത്തി വെച്ചിരിക്കുന്ന എന്താ ഇപ്പോ? എത്രയോ നാടുകളിൽ ബാറുകളാണ്, വൈൻ ഷോപ്പുകളാണ്. അതിന്റെ മുമ്പിലും ഹലാൽ സ്റ്റിക്കർ ഉണ്ടാവും. വി സർവ് ഓൺലി ഹലാൽ ചിക്കൻസ്. കള്ളിനോടൊപ്പം കടിക്കാനുള്ള ചിക്കൻ പോലും ഹലാലാകണമെന്ന് വാശി പിടിക്കുന്ന ആളുകളുണ്ടെങ്കിലോ ചിലപ്പോ ടച്ചിങ്സിന് കൂടെ ഉള്ളത് ബിസ്മി ചൊല്ലി അർത്ഥ കോഴിയായിരിക്കണം. അങ്ങനെ വാശിയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലോ, ഹലാല് കള്ളും ഹലാല് ബിയറും ഒക്കെ ഇറങ്ങിയ കാലഘട്ടത്തിൽ ഹലാൽ ജ്യോതിഷം, ഇസ്ലാമിക് ജ്യോതിഷം എന്ത് ഏർപ്പാടാത്? അറബിക് ജ്യോതിഷം. എന്നിട്ട് ഉമ്മത്തിനെ പറ്റിക്കുക. നാം തിരിച്ചറിയേണ്ടത് ഇസ്ലാം അനുവദിച്ച, ശറഅ് അനുവദിച്ച ഒരു മന്ത്രിക്കലുണ്ട്. ഒരാൾക്കൊരു രോഗം വന്നു, ശ്വാസം മുട്ട്, ബുദ്ധിമുട്ട് വന്നു, പ്രയാസങ്ങൾ വന്നു, പള്ളിയിൽ ഉസ്താദിന്റെ അടുക്കൽ പോയി, അല്ലെങ്കിൽ ഒരു തങ്ങളുടെ അടുക്കൽ പോയി, അല്ലെങ്കിൽ അറിവുള്ളവരുടെ അടുക്കലേക്ക് പോയി. അവർ നമ്മെ പിടിച്ചിരുത്തി വിശുദ്ധ ഖുർആൻ ഓതി ഊതി തന്നു, അത് തെറ്റല്ല. വെള്ളത്തിൽ നമുക്ക് ഓതി ഊതി തന്നു, അത് തെറ്റല്ല. എന്തെങ്കിലും ദുആക്കൾ പതിവാക്കാൻ പറഞ്ഞു, അത് തെറ്റല്ല. ആരുടെയെങ്കിലും ശരീരത്ത് ജിന്നുബാധയുണ്ടായി, ജിന്നുബാധയൊക്കെ ഉണ്ടാവും. ഹദീസ് കൊണ്ട് തെളിയിക്കപ്പെട്ടതാ. അതിനെ വ്യക്തമായി അറിയുന്ന ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്ന പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോയി, അത് തെറ്റല്ല. കണ്ണേറുണ്ടായി, കണ്ണേറിന്റെ പേരുള്ള ചികിത്സ, അതൊന്നും അല്ല നമ്മുടെ ചർച്ച. മറിച്ച് സമുദായത്തെ പറ്റിക്കുന്നവർ, കബഡി നിരത്തുക, കണക്ക് നോക്കുക, കളം വരച്ചിട്ട് ഇങ്ങനെ ഭാവി പ്രവചിക്കുക. അതങ്ങനാണ്, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബാക്കളോട് ഒരിക്കൽ പറഞ്ഞു, ലാ തഅതു കാഹിന, നിങ്ങൾ ആരും ഇങ്ങനെയുള്ളവന്മാരുടെ അടുത്ത് പോവരുത്. സഹോദരിമാര് പ്രത്യേകിച്ച് കേട്ടോളി, ഈ പാവങ്ങളാ വീണു പോകുന്നത്. നിങ്ങൾ ആരും ഇങ്ങനെയുള്ള കപടന്മാരുടെ അടുക്കൽ പോകരുത്. സഹാബാക്കൾ പറഞ്ഞു, നബിയെ അവര് പറയുന്നതൊക്കെ ശരിയാണല്ലോ നബി, നമ്മുടെയൊക്കെ അനുഭവം അതാണല്ലോ. അച്ചിട്ട പോലെ പുള്ളി അന്നേ പറഞ്ഞ ആ കല്യാണം നടത്തണ്ട, അല്ലേ? പുള്ളി അന്നേ പറഞ്ഞ ആ കടയിൽ കച്ചവടം നടക്കൂല, എന്താണല്ലോ അനുഭവമാണല്ലോ നമ്മുടെ വെളിച്ചം. അപ്പോ സഹാബത്ത് പറഞ്ഞു, നബിയെ അത് അവര് പറയുന്ന ഉള്ളയാണല്ലോ. റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു, 2-3 ഹദീസുകൾ ഒന്നിച്ച് ഞാൻ പറയാ. സഹാബത്തിനോട് ചോദിച്ചു, ആകാശത്തിൽ കൊല്ലിയാൻ എറിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നക്ഷത്രം എറിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സഹാബാക്കൾ പറഞ്ഞു, കണ്ടിട്ടുണ്ട് നബിയെ. അങ്ങനെ കണ്ടാൽ നിങ്ങൾ എന്താ അതിനെപ്പറ്റി വിചാരിക്കുന്നത്? ഞങ്ങളുടെ ജാഹിലിയ കാലഘട്ടത്തെ ഞങ്ങൾ പറയുന്നത്, ഏതോ ഒരു വലിയ മഹാൻ എവിടെയോ ജനിച്ചു, ഏതോ ഒരു വലിയ മഹാൻ എവിടെയോ മരിച്ചു, അതുകൊണ്ടാണ് ഈ കൊല്ലിയാൻ അറിഞ്ഞത്.
റസൂലുള്ളാഹി പറഞ്ഞു, അല്ല, ഒരു മഹാൻ ജനിച്ചതുകൊണ്ടോ മരിച്ചതുകൊണ്ടോ ഒന്നും അല്ല, അത് ശൈത്താനെ മലക്കുകൾ എറിഞ്ഞോട്ടിക്കുന്നതാ. കാരണം അല്ലാഹു തആല അവന്റെ അർശിലിരുന്നു കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കും. ഈ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അർശ് ചുമക്കുന്ന മലക്കുകൾ, സ്വഹീഹായ ഹദീസാണിത്, അർശ് ചുമക്കുന്ന മലക്കുകൾ തസ്ബീഹ് ചൊല്ലും. ഇത് കേട്ടിട്ട് അതിന് താഴെയുള്ള മലക്കുകൾ ചൊല്ലും, ആകാശത്തുള്ള മലക്കുകൾ ചൊല്ലും, അത് കേട്ട് ഭൂമിയിലുള്ള മലക്കുകളും ചൊല്ലും. എന്നിട്ട് ഭൂമിയിലുള്ള മലക്ക് ആകാശത്തുള്ള മലക്കുകളോട് ചോദിക്കും, എന്തിനാ തസ്ബീഹ് ചൊല്ലിയത്? ആ മലക്കുകൾ മുകളിലേക്ക് ചോദിക്കും. ഈ ചോദ്യം അർശ് ചുമക്കുന്ന മലക്കിന്റെ അടുക്കലെത്തും. അപ്പൊ അവര് പറയും, ആ ഇന്ന കുടുംബത്തില് ഇന്ന പയ്യന്റെ കല്യാണം, ആ കല്യാണം നടക്കും, പക്ഷേ ആ കല്യാണം 6 മാസം കഴിയുമ്പോൾ ഒഴിഞ്ഞു പോകും, അതാണ് തീരുമാനിച്ചത്. ഇത് താഴെയുള്ള മലക്കിനോട് പറയും, ഇത് അടുത്ത മലക്കിനോട് പറയും. ഇങ്ങനെ മലക്കുകൾ വഴി ഇത് ചർച്ച ചെയ്യുമ്പോൾ മറ്റേ പുള്ളിക്കാരനുണ്ടല്ലോ ഇബ്ലീസ്, അയാൾ അവിടെ പോയി നിന്ന് ഇതിങ്ങനെ കേൾക്കും. മാരെന്താടാ ഈ ചർച്ച ചെയ്യുന്നതോ, ആ കല്യാണം അതങ്ങനെയാണല്ലേ. മലക്കുകൾ ഇബ്ലീസിനെ ഓടിക്കും, എറിഞ്ഞോടിക്കും. റസൂലുള്ളാഹി പറയുന്നു, ആ ഇബ്ലീസ് നേരെ ഈ ഉസ്താദിന്റെ അടുക്കൽ, വെറുതെ ഈ കബഡി നിരത്തി ഇരിക്കുന്ന സാധനങ്ങളുടെ അടുക്കൽ വരും. എന്നിട്ട് പറഞ്ഞു കൊടുക്കും, മറ്റേ കുടുംബത്തിൽ ആ പയ്യന്റെ കല്യാണം ഏതാണ്, എങ്ങനെയാ പ്രശ്നം? റസൂലുള്ളാഹി പറഞ്ഞു, ഇവര് കുറച്ച് കേൾക്കും, എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഇവരുടെ അതോടൊപ്പം ഒരു 100 കള്ളവും കൂടി ഇവര് ചേർക്കും, എങ്കിലല്ലേ കാര്യമുള്ളൂ. ഇവരൊരു 100 കള്ളം നമ്മളോടൊപ്പം ചേർക്കും. എന്നിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പറയും, വലിയ പ്രശ്നമാണ്, അത് വലിയ കുഴപ്പമാണ്, ഒരു 1 ലക്ഷം രൂപ നമുക്ക് പരിഹരിച്ചു തരാം. പറ്റിക്കലാണ് സമുദായത്തെ, സമൂഹത്തെ പറ്റിക്കുകയാണിത്. റസൂലുള്ള വ്യക്തമായി അതിന്റെ പൊരുൾ മനസ്സിലാക്കി തന്നു. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, അപ്പോഴും ഇസ്ലാം അനുവദിച്ച മന്ത്രവാദത്തെയും മന്ത്രിച്ചൂതലിനെയും അല്ല നമ്മൾ എതിർക്കുന്നത്. ആത്മീയ ചൂഷകന്മാർ സമൂഹം എവിടെ എത്തി അല്ലേ? കുറെ നാളുമ്പ് നമ്മൾ കണ്ടില്ലേ, നെജുമ എന്നു പേരുള്ള ഒരു ജിന്നുമ്മ, ഒരു പാവം പെൺകുട്ടി, അവളുടെ വിവാഹം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്, ഭർത്താവ് അവളെ ഉപേക്ഷിച്ചിട്ട് പോയി, അവളുടെ 2ാമത്തെ കല്യാണം ആലോചന നടക്കുന്നു. പക്ഷേ പറ്റിയ വരന്മാരൊന്നും വരുന്നില്ല, കല്യാണം നടക്കുന്നില്ല. പ്രശ്നം ഈ ജിന്നുമ്മ എന്ന ഈ സാധനത്തിന്റെ അടുക്കലെത്തി. അവര് പറഞ്ഞു, നമ്മൾ പരിഹരിച്ചു തരാം. എന്നിട്ട് ഇങ്ങനെ ഹോമം നടത്തുക. ഈ പെൺകുട്ടിയെ ഒരു കസേരയിൽ ഇരുത്തി അവളുടെ മുന്നിലെ അഗ്നിഹോമം ഒരുക്കിയിട്ട് ഹോമം നടത്തുക. എന്നിട്ട് ഒരു പാത്രത്തിൽ പെട്രോൾ എടുത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ഈ ജിന്നുമ്മ ഒഴിക്കുകയാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് പെട്രോൾ ഒഴിച്ചു. പെട്രോള് തീ ആളിപ്പടർന്നു. കസേലയിരിക്കുന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ തീ പിടിച്ചു. അങ്ങനെ ശരീരം മുഴുവൻ വെന്ത് ആ പെൺകുട്ടി മരണപ്പെട്ടു പോയി. ചിന്തിക്കണം, മറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വന്ന ജിന്നുമ്മാണ് തന്റെ മുമ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് പെട്രോൾ ഒഴിച്ചാൽ ആ തീ ആളിക്കത്തുമെന്നുള്ള സാമാന്യ പരിജ്ഞാനം പോലും അവർക്കില്ല. നമ്മൾ ചിന്തിച്ചോ അത്? അതിലുമൊക്കെ വലിയ രസം എന്താണെന്നറിയോ, ഈ പ്രശ്നവുമായി വന്ന 2ാമത് വിവാഹം നടക്കുന്നില്ല എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 32 വയസ്സേ ഉള്ളൂ. അവർ ഒരു കല്യാണം കഴിച്ചു, അതിലൊരു കുട്ടിയുണ്ട്, 2ാമത് നടക്കുന്നില്ല, 32 വയസ്സായി. അതാ പ്രശ്നം. ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്ന ജിന്നുമ്മ 45 വയസ്സുണ്ട്, അവരെ കല്യാണം ഇന്ന് വരെ നടന്നിട്ടില്ല. 45 വയസ്സായിട്ടും അവരുടെ കല്യാണം നടന്നിട്ടില്ല. അവരാണ് 32 വയസ്സുള്ള പെണ്ണിന്റെ 2ാമത്തെ കല്യാണം നടത്തി കൊടുക്കാൻ പോകുന്നത്. ഇതൊക്കെ ഉമ്മത്തിനെ വഞ്ചിക്കലാണ്, ഉമ്മത്തിനെ ചതിക്കലാണ്, പലതും പറഞ്ഞ് പറ്റിക്കുകയാണ്. അതുകൊണ്ട് തിരിച്ചറിവുണ്ടാകട്ടെ സഹോദരങ്ങളെ, സഹോദരിമാരെ. ഇങ്ങനെയുള്ള ആത്മീയ ചൂഷകന്മാരുടെ മുമ്പിലേക്ക് പോയി നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പണയം വെച്ചാൽ 40 ദിവസത്തിലേക്ക് അവരുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മകൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ നാം കൈവരിക്കേണ്ടുന്ന 3ാമത്തെ വിശുദ്ധി സാമ്പത്തിക രംഗത്തുള്ള വിശുദ്ധി. സാമ്പത്തിക രംഗത്തുള്ള വിശുദ്ധി, സാമ്പത്തിക രംഗത്ത് വിശുദ്ധി കൈവരിക്കണം. അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത രംഗത്തേക്ക് പോകാൻ പാടില്ല.
പടച്ചവന് പൊരുത്തപ്പെടാത്ത മാർഗത്തിലേക്ക് പോകാൻ പാടില്ല. ഹറാമായ മലയിലൂടെ സ്ഥിലയിലൂടെ സമ്പത്തുണ്ടാക്കുന്നവരാണെങ്കിൽ എത്ര വലിയ ഇബാദത്ത് ചെയ്യുന്നവനായാലും, എത്ര വലിയ സൽക്കർമ്മം ചെയ്യുന്നവനായാലും, എത്ര വലിയ നന്മകളുടെ വക്താവാണെന്ന് പറഞ്ഞാലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു അത് സ്വീകരിക്കപ്പെടുന്നതല്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു പരിശുദ്ധനാണ്, പടച്ച തമ്പുരാനും പരിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് തന്നെ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, പരിശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിശുദ്ധി കൈവരിക്കാൻ സാധിക്കണം. റസൂലുള്ള പറയുന്നു, ഇന്നല്ലാഹ അമറ ബിഹിൽ മുഅ്മിനീന ഖബാ ബിമാ അമറ ബിഹിൽ മുർസലീൻ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരോട് എന്താണോ കൽപ്പിച്ചത് അത് തന്നെ പടച്ചവൻ മുഅ്മിനീങ്ങളോടും കൽപ്പിക്കുകയാ. എന്താ പ്രവാചകന്മാരോടുള്ള പടച്ചവന്റെ കൽപ്പന? യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. ഏ പ്രവാചകന്മാരെ, നിങ്ങൾ പരിശുദ്ധമായതിനെ ഭക്ഷിക്കുക, എന്നിട്ട് നിങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഞാൻ അറിയുന്നതാണ്. അതേ, നമ്മുടെ ഭക്ഷണം പരിശുദ്ധമായിരിക്കണം, ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ പരിശുദ്ധമായിരിക്കണം, സാമ്പത്തിക രംഗം പരിശുദ്ധമായിരിക്കണം. സാമ്പത്തിക വിശുദ്ധി കൈവരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മുടെ നന്മകൾ അല്ലാഹുവിന്റെ മുന്നിൽ തള്ളപ്പെട്ടു പോവുകയാ. ഹബീബായ റസൂല് സഹാബത്തിന് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ള കഥ പറഞ്ഞു കൊടുക്കുകയാ. ثم ذكر الرجل يطيل السفر أشغث أغبر يمد يديه إلى السماء. ഹബീബായ മുത്ത സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു, സഹാബ ثم ذكر الرجل, അല്ലാഹുവിന്റെ റസൂൽ ഒരു മനുഷ്യനെ പറ്റി സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാ. വലിയ ആബിദായ മനുഷ്യരാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗ്ഗത്തിൽ വിദൂരങ്ങളിലേക്ക് യാത്ര പോകുന്ന മനുഷ്യരാ. ഒരുപാട് നന്മകൾ കിട്ടുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്ത് പോകുന്ന മനുഷ്യരാ. ഒരു യാത്രക്കാരന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്ന ദുആ അല്ലേ? യാത്രക്കാരന്റെ പ്രാർത്ഥന തള്ളപ്പെടാത്ത പ്രാർത്ഥനയല്ലേ? അങ്ങനെ സ്വീകാര്യയോഗ്യമായ പ്രാർത്ഥനയ്ക്കുടമയായ നിലയിൽ ആ മനുഷ്യൻ ഇങ്ങനെ വിദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാ. മാത്രമല്ല ഹബീബായ മുത്തു റസൂൽ ആ യാത്രക്കാരന്റെ അവസ്ഥകളെയും പരിചയപ്പെടുത്തുന്നു. അശ്ഗസ അഗ്ബറ, യാത്രയുടെ കാഠിന്യത്തിന്റെ മേൽ അയാളുടെ മുടിയെല്ലാം പൊടി പിടിച്ചിരിക്കുകയാണ്. യാത്രയുടെ കാഠിന്യത്തിന്റെ മേൽ വസ്ത്രമെല്ലാം അഴുക്ക് പുരണ്ടിരിക്കുകയാണ്. അത്രത്തോളം വിദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന, കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്ന, ബുദ്ധിമുട്ട് യാത്ര ചെയ്യുന്ന, ബുദ്ധിമുട്ടുകളുടെ പേരിൽ പ്രാർത്ഥനകൾ സ്വീകാര്യയോഗ്യമാകുന്ന, കഷ്ടപ്പാടുകളുടെ പേരിൽ പ്രാർത്ഥനകൾ സ്വീകാര്യമാകുന്ന, യാത്രികനായതിന്റെ പേരിൽ പ്രാർത്ഥനകൾ സ്വീകാര്യമാകുന്ന ഒരവസ്ഥയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരാ റസൂലുള്ള പറയുന്ന. മാത്രമല്ല ആ മനുഷ്യൻ എത്രയോ നല്ലവനാണ്. യമുദ്ദു യദൈഹി ഇലസ്സമാ, തന്റെ രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു ആ മനുഷ്യൻ ഇങ്ങനെ വിളിക്കുകയാണ്, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്, പടച്ചവനേ അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ രണ്ട് കൈകളും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തി ദുആ ചെയ്യുന്ന മനുഷ്യരാ. അത്രത്തോളം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് യാത്ര ചെയ്യുമ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, തന്റെ പ്രശ്നങ്ങളെ വിളിച്ചു പറയുന്ന മനുഷ്യൻ. പക്ഷേ റസൂലുള്ള പഠിപ്പിക്കുകയാ, മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം ഫഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. പക്ഷേ എന്ത് ചെയ്യാനാണ്? ഇത്രത്തോളം യാത്ര നടത്തുന്ന മനുഷ്യൻ, സ്വീകാര്യയോഗ്യമായ പ്രാർത്ഥനകൾക്ക് ഉടമയാകേണ്ടുന്ന മനുഷ്യൻ, അല്ലാഹുവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. പക്ഷേ റസൂലുള്ള പറയുന്നു, മശ്റബുഹു ഹറാം, അതേ മത്അമുഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാ. വമശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്ന പാനീയം ഹറാമാ. വമൽബസുഹു ഹറാം, അവൻ ധരിച്ചിരിക്കുന്ന
ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാബാ വഗുദിയ ബിൽ ഹറാം, അവൻ ഹറാമിലൂടെ വളർന്നു വന്നവനാ. ഫഅന്നാ യുസ്തജാബു ലഹു, പിന്നെ എങ്ങനെ അവന്റെ ദുആ സ്വീകരിക്കാനാ? ഹറാമിന്റെ വസ്ത്രം ധരിച്ചവരുടെ പ്രാർത്ഥനകള്, ഹറാമിന്റെ ഭക്ഷണം കഴിച്ചവരുടെ പ്രാർത്ഥനകള്, ഹറാമിന്റെ പാനീയം കുടിച്ചവരുടെ പ്രാർത്ഥനകള്, പലിശയിൽ ബന്ധപ്പെടുന്നവർ, ലോട്ടറിയിൽ ബന്ധപ്പെടുന്നവർ, ഹറാമിലേക്ക് ബന്ധപ്പെടുന്നവർ, അവരുടെയൊക്കെ പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്നതല്ല. അഷ്റഫുൽ ഖൽഖായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചോളിൻ, തീരുമാനമെടുത്തോളിൻ. ഹറാമുമായി ബന്ധപ്പെടുന്നവർ സാമ്പത്തിക വിശുദ്ധിയില്ല. പലിശ ഹറാമാണെന്ന് ഏതു കുഞ്ഞിനും അറിയാം. പലിശ ഹറാമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലേ? പള്ളിയിൽ വരുന്ന ഉസ്താദന്മാരോട് പ്രത്യേകിച്ച് പറയാറുണ്ട്, സാധേ പലിശക്കാരെ പറ്റി ഇവിടെ ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ. കാരണം പള്ളി ഭരണസമിതിയിലും ഉണ്ടാവും 3-4 എണ്ണം. അപ്പൊ അങ്ങനെ ഇല്ലല്ലോ, മുസ്ലിം ഉമ്മത്തിന് അങ്ങനൊന്നും ഇല്ലല്ലോ. ഇസ്ലാം പള്ളി പരിപാലിക്കേണ്ടത് ആരെന്ന് പറഞ്ഞു ഖുർആൻ ഒരു നിബന്ധന വെച്ചു. അതൊന്നും നമുക്ക് നോട്ടമില്ല. ഇവിടെ ഇങ്ങനെ കുലമഹിമയും കുടുംബമഹിമയും സാമ്പത്തിക മഹിമയൊക്കെ നോക്കിയെടുക്കുക. അക്കൂട്ടത്തിൽ പലിശക്കാരും കയറുന്നുണ്ടാവും. പള്ളിക്ക് ഗേറ്റിട്ട് തന്നത് പലിശക്കാരനാ, പ്രശ്നമില്ല. മാറ്റിട്ട് തന്നത് പലിശക്കാരനാ, പ്രശ്നമില്ല. മൈക്ക് വാങ്ങി തന്നത് പലിശക്കാരനാ, പ്രശ്നമില്ല. അവിടം വരെ എത്തി. പലിശക്കെതിരിൽ തങ്ങൾക്ക് പടച്ച തമ്പുരാൻ കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായി മഹല്ലകൾക്ക് ഉദ്ബോധനം നടത്തുന്നതിന്റെ പേരിൽ പള്ളിയുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഖത്തീബ് അവിടെ പലിശക്കെതിരെ ശബ്ദം ഉയർത്തട്ടെ. പലിശ കഠിനമാണ്, പ്രശ്നമാണ്. അകിലുഹു വമുകിലുഹു വകാതിബുഹു വിശാഹിദൈ, പലിശ കൊടുക്കുന്നവൻ, പലിശ വാങ്ങുന്നവൻ, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവൻ, പലിശ കണക്ക് എഴുതുന്നവൻ, എല്ലാവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാ. ഈ ഹദീസൊക്കെ ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞാലോ, പലിശയ്ക്ക് 72 ബാബുകളുണ്ട്. അതിൽ ഏറ്റവും കുറഞ്ഞതെന്ന് പറയുന്നത് മിസ്ല അയ്യൻകിഹ ഉമ്മഹു, സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നത് പോലെയാ. ഈ ഹദീസ് ഒന്ന് മിമ്പറിൽ നിന്ന് പറഞ്ഞാലോ, ഓ ഞങ്ങളുടെയൊക്കെ അങ്ങനെയാക്കിയോ, ഉമ്മമാരെ വ്യഭിചരിക്കുന്നവരാക്കി മാറ്റുമോ? ഇത് ഹദീസാണ്. റസൂലുള്ളാഹി പറഞ്ഞ എന്താ? ഒരു മനുഷ്യന്റെ സമ്പത്തിൽ ഒരു രൂപ പലിശയിലൂടെ അയാളുടെ സമ്പത്തിൽ കിടന്നാൽ 36 തവണ വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെട്ട വേശ്യപ്പെണ്ണിനെക്കാളും മോശക്കാരനാണ് 1 രൂപ പലിശയിലൂടെ സമ്പാദിച്ചവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസൊക്കെ ഇങ്ങനെ പള്ളിയിൽ പറഞ്ഞാൽ, മിഹ്റാബിൽ പറഞ്ഞാൽ, ഇമാം ഇങ്ങനെ ഖുത്ബയുടെ ഇടയിൽ പറഞ്ഞാൽ പ്രമാണിമാർക്ക് ഹാലളക്കം സംഭവിക്കും. മഹല്ലുകളിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ തൊട്ടടുത്ത ആഴ്ച ഉസ്താദ് വേറെ പള്ളി നോക്കിക്കോണം. കാണുന്നല്ലേ അല്ലേ? പള്ളിയിലെ ഉസ്താദിനെ പിരിച്ചുവിടാൻ കഴിഞ്ഞേക്കും, ഉസ്താദിനോട് യുദ്ധം നടത്താൻ കഴിഞ്ഞേക്കും. ഞങ്ങളുടെ ശമ്പളം വാങ്ങി ഞങ്ങളുടെ ചോറ് വാങ്ങി തിന്നിട്ട് ഞങ്ങൾക്കെതിരെ പറയുന്നു എന്നും ചിലപ്പോ ചോദിച്ചേക്കും. പക്ഷേ അള്ളാഹുവിന്റെ ശക്തമായ താക്കീതാണ്, പലിശക്കാരെ, ഈ പലിശ ഹറാമാണ്, പലിശ തെറ്റാണ്. അതുകൊണ്ട് പലിശ നിങ്ങൾ നിർത്തണം. ഫഇല്ലം തഫഅലു ഫഅദനു ബിഅർബിൻ മിനല്ലാഹി വറസൂലിഹി. ഇത് നിർത്താൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ പള്ളിയിൽ ഉസ്താദിനോടല്ല നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്, അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യാൻ തയ്യാറായി കൊള്ളുക. പടച്ചവൻ പറയുകയാ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളാണ് പലിശയുമായി ബന്ധപ്പെടുന്നവരെന്ന് വിശുദ്ധ ഖുർആൻ. ഈ പലിശയുമായി ബന്ധപ്പെടുന്നവർ അവരുടെ ദുആ സ്വീകരിക്കില്ല. അവരെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ പാവങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്നു, അതിനുവേണ്ടി ബക്കറ്റ് പിരിവ് നടത്തുന്നു. ഏതെങ്കിലും ഒരു സമൂഹത്തിൽ അങ്ങനെ ബക്കറ്റ് പിരിവ് നടത്തുമ്പോ 1 രൂപ ഒരു പലിശക്കാരൻ അതിൽ കൊണ്ടിട്ടാ മതി, എല്ലാം ബാത്തിലായി പോകും.
എത്ര അപകടമാണത്. ഞാൻ പറയുന്നത് കടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകരുത്. അത്രയും കടുത്ത അപകടമാണത്, അത്രയും വലിയ പ്രശ്നമാണത്. സമൂഹത്തിനൊന്നും വിഷയമല്ല. അതുപോലെ ലോട്ടറിയുമായി ബന്ധപ്പെടുന്നവർ, ലോട്ടറി ടിക്കറ്റ് എടുക്കൽ ഒരു പ്രശ്നമാണോ? ലോട്ടറി കച്ചവടം നടത്തൽ ഒരു പ്രശ്നമാണോ? ലോട്ടറി ഇപ്പൊ എന്താ ബിസ്മില്ലാ ലോട്ടറി, എന്താ മാഷാ അല്ലാ ലോട്ടറി കാണുന്നില്ലേ നമ്മള്? കൃത്യമായി നിസ്കാരമുള്ളവർ പോലും സുജൂദിലോട്ട് പോകുമ്പോഴായിരിക്കും പോക്കറ്റിരിക്കുന്ന നോട്ടും കെട്ടും എല്ലാം പറന്ന് വീഴുന്നത്. അതോടൊപ്പം ഇങ്ങനെ ഓണം ബമ്പറിന്റെ ടിക്കറ്റും തെറിച്ചങ്ങ് വീഴും. സുജൂദിലായിരിക്കും ഒരൊറ്റ തപ്പാണ്, പടച്ചവനെ 2000-ന്റെ നോട്ട് പോയാലും പ്രശ്നമില്ല, ഓണം ബമ്പർ പോകരുത്. നിസ്കാരമുള്ളവർ പോലും സുബഹി കഴിഞ്ഞ് ദുആ ചെയ്തിട്ട് ഇങ്ങനെ ചായക്കടയിലേക്ക് വന്നിട്ട് ഇങ്ങനെ പേപ്പർ ഓർന്ന് നോക്കുക, എനിക്ക് 10 രൂപയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നിസ്കാരമുള്ളവർ പോലും അല്ലാഹുവിന്റെ റസൂല് സാമ്പത്തിക വിശുദ്ധിയുടെ രംഗങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ചൂതാട്ടമാ ലോട്ടറി എന്ന് പറയുന്നത് റസൂലുള്ള പറയുകയാ, മസലുല്ലദീ യൽഅബു ബിന്നറുദി സുമ്മ യഖൂമു ഫയുസല്ലി. ചൂതാട്ടവുമായി ബന്ധപ്പെടുന്നവർ, ലോട്ടറിയുമായി ബന്ധപ്പെടുന്നവർ, എന്നിട്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വന്ന് കൃത്യമായി നിസ്കരിക്കുന്നവർ, ചീട്ട് കളിച്ചിട്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവർ, പഞ്ചീസ് കളിച്ചിട്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവർ, വാതുവപ്പ് നടത്തിയിട്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവർ, ലോട്ടറി എടുത്തിട്ട് ലോട്ടറി കച്ചവടം നടത്തിയിട്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവർ, അങ്ങനെയുള്ളവരെ ഇസ്ലാമിക ലോകം കാണുന്നത് എങ്ങനെയാ? സഹാബാക്കൾ പറയുകയാണ്, ഞങ്ങൾക്കിടയിൽ ആരെങ്കിലും അതേ ചൂതാട്ടവുമായി ബന്ധപ്പെട്ടിട്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുവോ അവർക്ക് ഞങ്ങൾ കൊടുത്തിരുന്ന സ്ഥാനം മസലുല്ലദീ യതവല്ലഹു ബിൽ ഖൈഹി വലഹ്മിൽ ഖിൻസീർ സുമ്മ യഖൂമു ഫയുസല്ലി. അവരെ ഞങ്ങൾ നോക്കിക്കണ്ടത്, അവർക്ക് ഞങ്ങൾ കൊടുത്തിരുന്ന സ്ഥാനങ്ങള് എപ്രകാരം ലോകത്തെ ഏറ്റവും നിന്ദവും നികൃഷ്ടവുമായ, ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ജീവിയായ പന്നിയുണ്ടല്ലോ, ആ പന്നിയുടെ ശരീരത്തിൽ വ്രണങ്ങൾ വന്നിട്ട് ആ പന്നിയുടെ ശരീരത്തിൽ നിന്ന് ആ വ്രണങ്ങളിലൂടെ അതിഭയങ്കരമായ ദുർഗന്ധത്തോടുകൂടി പുറത്തേക്ക് പൊട്ടിയൊലിക്കുന്ന ചലവും ചീഞ്ചലവുമില്ലേ? പന്നിയുടെ ശരീരത്തിൽ നിന്ന് ദുർഗളിക്കുന്നതായ പന്നിയുടെ ഛർദിയില്ലേ? ഇതെല്ലാം എടുത്തിട്ട് തന്റെ മുഖം കഴുകുന്ന ഒരു മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഇതുകൊണ്ട് കൈ കഴുകുന്ന, ഇതുകൊണ്ട് തല തടുകുന്ന, ഇതുകൊണ്ട് കാല് കഴുകുന്ന, പന്നിയുടെ ചലവും ചീഞ്ചലവും രക്തവും പഴുപ്പും ഛർദിയും കൊണ്ട് വുളൂ ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നാൽ അയാളിൽ നിന്ന് എത്രത്തോളം നമ്മൾ അകന്നു കഴിയുമോ അതുപോലെയാണ് ചൂതാട്ടവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവര് ഞങ്ങൾ നോക്കി കണ്ടിരുന്നതെന്ത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബത്ത് പറയുകയാ, ലോട്ടറി ഒക്കെ എടുത്തിട്ട് പള്ളി വന്ന് നിസ്കരിക്കുന്നത്. ലോട്ടറി എന്ന് പറയുമ്പോ രാവിലെ മലയാള മനോരമ വരുമ്പോ ചുരണ്ടാൻ വേണ്ടി കാത്തിരിക്കുക, ഒരു പട്ടുസാരി എങ്കിലും കിട്ടണം. മാതൃഭൂമി വരുമ്പോഴേ പല്ല് കേൾക്കുന്നതിന് മുമ്പേ വന്ന് ചുരണ്ടാനിരിക്കുക. ഗോൾഡ് കോയിൻ വല്ലതും അടിച്ചിട്ടുണ്ടോ സഹോദരിമാരെ? അതും ഒരു ചൂതാട്ടമാ, അതും ഒരു ചൂതാട്ടമാണ്. ഇതൊക്കെയും ബന്ധപ്പെട്ടിട്ട് നിസ്കാരത്തിനൊരു കുറവില്ല. പള്ളിയിൽ ഇങ്ങനെ വന്ന് കൈകെട്ടി, നിസ്കാരത്തിന് കൈകെട്ടി കഴിഞ്ഞപ്പോഴാ പോക്കറ്റിൽ ലോട്ടറി ഉണ്ടെന്ന് ഓർമ്മ വന്നു. ഫാനിന്റെ അടിയില, ചിലപ്പോ പറന്നു പോകും. ഇരിക്കുന്ന കൈ പതുക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. അല്ലാഹുവേ, അല്ലാഹുവേ, തൽക്കാലം എന്നെ ആരും കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, ഈ ലോട്ടറി പോകരുത്. ലോട്ടറി ടിക്കറ്റ്, ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് നിസ്കരിക്കുന്നവർ കേട്ടോളിൻ, സഹാബത്ത് പറയാ, അവർക്ക് ഞങ്ങൾ കൊടുത്ത സ്ഥാനം, അവർക്ക് ഞങ്ങൾ കൊടുത്ത സ്ഥാനം എത്രത്തോളം എന്നാൽ പന്നിയുടെ ശരീരത്തിൽ വരുന്ന ചലവും ചീഞ്ചലവും കൊണ്ട് ഒരാൾ ഒളു ചെയ്തു. നമ്മൾ കണ്ടു അയാൾ അതുകൊണ്ടാ ഒളു ചെയ്യുന്നത്. അയാൾ പള്ളിയിലേക്ക് വന്നു, ആരെങ്കിലും അയാളുടെ അടുക്കലേക്ക് പോവോ? അയാളോടൊന്ന് മിണ്ടാനെങ്കിലും ആരെങ്കിലും പോവോ? അത്രയ്ക്ക് വലിയ തെറ്റാണ് സാമ്പത്തിക വിശുദ്ധിയില്ലായ്മ. സാമ്പത്തിക വിശുദ്ധിയില്ലായ്മ. പണത്തിന് വേണ്ടിയിട്ട് ഒരാൾ ചൂതാട്ടം കളിച്ചാൽ അവൻ പച്ച പന്നിയിറച്ചി തിന്നവനെ പോലെയാ, വേവിച്ചിട്ട് പോലുമല്ല, പച്ചക്ക് തിന്നവനെ പോലെയാ.
എന്നാൽ നിർദി സാമ്പത്തിക നാട്ടമൊന്നും ഇതുവരെ ഇല്ല. ലോട്ടറിയൊക്കെ കുറെ എടുത്തു, പക്ഷെ പൈസയൊന്നും ഇതിനൊന്നും അടിച്ചിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. അവൻ പന്നിക്കൊഴുപ്പ് കൊണ്ട് എണ്ണയുണ്ടാക്കി അത് ശരീരത്തിൽ പുരട്ടിയവനെ പോലെ. എന്തായാലും ഈ പണിന്ന് മാറി നിൽക്കണം. അപകടമാണ്. ലോട്ടറി, ചൂതാട്ടം, കൈക്കൂലി. ഇന്ന് ചിലപ്പോ രക്ഷപ്പെടും രാഷ്ട്രീയ പിടിപാടുകൊണ്ട്. MLA, MP എല്ലാം എഴുതി തള്ളിയേക്കാം. പക്ഷേ അല്ലാഹുവിന്റെ ദർബാറിൽ കൈക്കൂലിക്കാർ വന്നു കഴിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പടച്ചവൻ അവരെ പിടിച്ചു നിർത്തും. ശുദ്ധതി യസാറുഹു ഇലാ യമീനിഹി, അവന്റെ ഇടത് കൈ വലത് കൈയിലേക്ക് കൂട്ടിക്കെട്ടിയിട്ട് ഫുമ്മറുമിയ ഇലാ ജഹന്നം, നരകത്തിലേക്ക് വലിച്ചെറിയും പടച്ചവൻ. ഫലം യബ്ലുഗു ഖറഹാ 500 ആം, 500 വർഷം കഴിഞ്ഞാലും ആ കൈക്കൂലിക്കാരന്റെ നരകം, ആ നരകത്തിന്റെ വലിപ്പം തീരുന്നില്ല എന്ന് മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഴിമതി, പണമൊക്കെ എന്റെ കയ്യിലല്ലേ, കുറച്ചെടുത്താലും കുഴപ്പമില്ല, അതിങ്ങനെ കണക്കിൽ എഴുതി ചേർത്തേക്കാം. ആരറിയാൻ 10 കോടിയുടെ കാര്യമല്ലേ, അതിൽ നിന്ന് 50 ലക്ഷം എടുത്ത് ആരറിയാൻ? ആരും അറിയില്ല. പക്ഷെ അള്ളാഹ് അറിയുന്നുണ്ട്. ഈ വഞ്ചിച്ചെടുത്ത സമ്പത്തുമായി നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിന്നെ ഹാജരാക്കും. ജനങ്ങളുടെ മുന്നിൽ വെച്ച് നിന്നെ ഇളിഭ്യനാക്കും, നിന്ദ്യനാക്കും. അതോടൊപ്പം നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് മുത്തളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കും. അപ്പോ നന്മകൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കേണ്ടുന്ന 3ാമത്തെ വിശുദ്ധി സാമ്പത്തിക വിശുദ്ധി. ഇതൊരു പഞ്ചകർമ്മ ചികിത്സയാണ്. 5 വിശുദ്ധികളാണ്. എന്താ പറയുന്നു ഉസ്താദ്? ഇനിയും പോവാല്ലോ, സമയം എന്റെ സമയം തീർന്നു അല്ലേ? ഞാൻ 1.5 മണിക്കൂറിൽ സംസാരിക്കാറുള്ളൂ. അതൊക്കെ സ്ഥിരം പാർട്ടികളാണ്. മഴയായതുകൊണ്ട് ആരും എന്തായാലും എണീറ്റ് പോകൂല. അക്കാര്യത്തിലൊരു ധൈര്യമുണ്ട്. അല്ലാഹു തആല ദീനിന്റെ കാര്യങ്ങൾ നല്ല നിലയിൽ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിവിടെ വെച്ച വിഷയം പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ. ഞാനൊരു പുതിയ വിഷയം പഠിച്ച് അവതരിപ്പിക്കാമെന്നൊരു താല്പര്യത്തിലായിരുന്നു. പക്ഷേ അടുത്തൊരു 3-4 ദിവസം ഒട്ടും റെസ്റ്റ് കിട്ടിയിട്ടില്ല. വല്ലാത്ത ഓട്ടം. സത്യം പറഞ്ഞാൽ മാന്യമായ ഒരു വിഷയം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ഉസ്താദുമാര് ചുമ്മാ ഇങ്ങനെ വന്ന് നിന്ന് നൂലിക്കട്ടി ഇറക്കുമ്പോ ഒന്നും വിളിച്ച് പറയുന്നല്ല ഇത്. അതിനുവേണ്ടി ഇരുന്ന്, അതിനുവേണ്ടി മെനക്കെട്ട് ആയത്തുകളൊക്കെ പഠിച്ച്, തഫ്സീർ പഠിച്ച്, ഹദീസുകൾ പഠിച്ച്, ചരിത്രങ്ങൾ പഠിച്ച്, അത് പല ആവർത്തി പറഞ്ഞ് പഠിച്ച് ഒറ്റക്കെയായി വന്ന് പറയുന്നത്. ഈ രംഗത്തേക്കൊക്കെ വരുമ്പോഴേ കുറ്റം പറയാൻ നമുക്കൊക്കെ വളരെ എളുപ്പമാണെന്നേ, ആക്ഷേപിക്കാൻ വലിയ താല്പര്യമാണ്. പക്ഷേ ഈ രംഗത്ത് വരുമ്പോഴാ ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ നിന്നും സംസാരിച്ചു ഒക്കെ, ഒരു 1.5 മണിക്കൂർ, ഒരു അരമണിക്കൂർ വേണ്ട, ഈ മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ടെ അരമണിക്കൂർ ഈ ഒരു സ്ട്രെയിനിൽ ഒന്ന് സംസാരിച്ചു നോക്കണം. അതാണ് അതിന്റെ ബുദ്ധിമുട്ട്. അല്ലാഹു തആല പരസ്പര ബഹുമാനവും സ്നേഹവും നൽകുമാറാകട്ടെ. ഇതിനു വേണ്ടി ഓടി നടക്കുന്ന, എന്നെ വിട്ടേക്കുക, ഓടി നടക്കുന്ന പണ്ഡിതന്മാരുണ്ട്, പ്രഭാഷകന്മാരുണ്ട്. അവരെയൊക്കെ അറിയാനും ബഹുമാനിക്കാനും അവർ പറയുന്ന നന്മകൾ എടുക്കുക. നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലേ, വിട്ടേക്കുക. ആക്ഷേപത്തിന്റെ സ്വരങ്ങളിലേക്ക് പോകാൻ പാടില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട വിശുദ്ധിയിൽ 4ാമത്തെ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ചിലപ്പോ ഉണ്ടാവൂല. 3 കാര്യം ഉണ്ടാവൂല. കർമ്മവിശുദ്ധി, അവിടെ പ്രശ്നമൊന്നുമില്ല. അൽഹംദുലില്ലാഹ് ഇഖ്ലാസോടുകൂടിയാണ് അമലുകളൊക്കെ ചെയ്യുന്നത്, പ്രശ്നങ്ങളൊന്നുമില്ല. വിശ്വാസരംഗത്തെ വിശുദ്ധി, ഒരു ഉപ്പുപ്പാന്റെ ഉമ്മാടെ അടക്കം പോയില്ല, റാഹത്തായിട്ട് അൽഹംദുലില്ലാഹ് സുന്നത്തെ മാത്ത് പഠിപ്പിച്ച നിലയിൽ അൽഹംദുലില്ലാഹ് ജീവിക്കുക, പ്രശ്നമില്ല. പിന്നെ 3ാമത്തെ സാമ്പത്തിക വിശുദ്ധി, പലിശയില്ല, ലോട്ടറി ഇല്ല, ഒരു കുഴപ്പമില്ല, റാഹത്താണ്. പക്ഷെ 4ാമത്തെയും ഒരു വിഷയമുണ്ട്. അവിടെ പലരും വീണുപോകും. അതെന്ത് വിശുദ്ധിയാണ്? കുടുംബരംഗത്തെ വിശുദ്ധി. കുടുംബരംഗത്തെ വിശുദ്ധി. കുടുംബ ബന്ധങ്ങളിൽ വിശുദ്ധി സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗൗരവമായി ശ്രദ്ധിക്കണം. കുടുംബക്കാരോടുള്ള ഇടപെടൽ എങ്ങനെയാ? നിസാര വിഷയത്തിന് പിണക്കമാണ്, വർഷങ്ങളോളം പിണങ്ങി കഴിയുകയാ. എന്നാൽ നാട്ടിലെ വലിയ ദീനിയായ മനുഷ്യനാണ്, വലിയ ഹാജിയാരാണ്. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിൽ വരും, മുഅദ്ദിനെ വിളിച്ചുണർത്തുന്നത് ഹാജിയാരാ. അതൊന്നും ഒരു പ്രശ്നമില്ല.
ഷാനിസ്കാരവും കഴിഞ്ഞ് വിത്രം കഴിഞ്ഞ് കുറച്ച് ദിക്റും സ്വലാത്തും ചൊല്ലി അവസാനം ആജിയാർ ഇറങ്ങട്ടെ പള്ളി പൂട്ടുള്ളൂ, അവിടെയും പ്രശ്നമൊന്നുമില്ല. പക്ഷേ സ്വന്തം സഹോദരങ്ങളോട് പിണക്കമാണ്, സഹോദരിമാരോട് പിണക്കമാണ്, ഭാര്യയുടെ കുടുംബക്കാരോട് പിണക്കമാണ്, മരുമക്കളുടെ കുടുംബക്കാരോട് പിണക്കമാണ്. കുടുംബക്കാരുടെ ഇടയിൽ പിണക്കങ്ങൾ വലിയ വിഷയമാണ്. ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടില്ല. നിസാര വിഷയത്തിനൊക്കെ പിണക്കം. നിസാര വിഷയം, എന്നെ കല്യാണം വിളിക്കാൻ താമസിച്ചു പോയി, വർഷങ്ങളോളം പിണക്കമാണ്. എന്നെ കല്യാണ വീട്ടിൽ കണ്ടിട്ട്, അല്ല അവന്റെ വാപ്പ മരിച്ചപ്പോ ഞാൻ പോയി, ആ മരണ വീട്ടിൽ വെച്ച് കണ്ടിട്ട് എന്നെ കണ്ടിട്ട് അവനൊന്ന് ചിരിച്ച പോലും ഇല്ലല്ലോ. മരിപ്പ് വീട്ടിൽ വെച്ച് കണ്ട് ചിരിച്ചില്ല, പിണക്കത്തിന് കാരണമാ. ഇങ്ങനെ പല നിസാര വിഷയത്തിൽ പിണക്കം, വർഷങ്ങളോളം പിണക്കം. പിന്നെ മിണ്ടാട്ടമില്ല, സന്ദർശനമില്ല, അന്വേഷണമില്ല. ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ അപകടമാണത്. കുടുംബ ബന്ധം വിശുദ്ധി കൈവരിക്കാൻ സാധിച്ചില്ല എങ്കിൽ, കുടുംബക്കാരോടുള്ള ബന്ധം പവിത്രമായ നിലയിൽ സൂക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ വിനീതൻ ചുരുക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിൽ നിഴല് പോലെ കഴിഞ്ഞുകൂടി ഹബീബായ മുത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ബഹുമാനനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഒരു പതിവുണ്ടായിരുന്നത്രേ. ഓരോ വെള്ളിയാഴ്ച രാവിലെ മഹാനുഭാവൻ ഒരു ദീനീ പ്രഭാഷണം നടത്തുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ദീനീ നസീഹത്ത് കേൾക്കാൻ വളരെ വിദൂരങ്ങളിൽ നിന്ന് പോലും ആളുകൾ വരാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ദീനീ സദസ്സൊരിടത്ത് നടക്കാൻ പോവുകയാ. ഒരുപാട് പേരിങ്ങനെ വന്നിട്ട് ആ സദസ്സിലെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് കടന്നു വരികയാ. അതേ നിശബ്ദരായിരിക്കുന്ന സദസ്സിനെ നോക്കിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് വിളിച്ചു പറയുകയാ, ഉഖ്റുജ് അലാ കുല്ലി ഖാതിഉ റഹീം. ഈ സദസ്സിൽ കുടുംബ ബന്ധം മുറിച്ചവരാരെങ്കിലും ഉണ്ടോ? ഉടനടി അവർ ഈ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക. ഒരാളും അനങ്ങുന്നില്ല, ഒരാളും എഴുന്നേൽക്കുന്ന, എല്ലാവരും നിശബ്ദതയിലാണ്. അല്പനേരം കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുകയാ, ഉഖ്റുജ് അലാ കുല്ലി ഖാതിഉ റഹീം. കുടുംബ ബന്ധം മുറിച്ചവരേ ഈ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക. അപ്പോഴും ഒരാളും അനങ്ങുന്നില്ല, എല്ലാവരും നിശബ്ദതയിലാണ്. മൂന്നാമത് വീണ്ടും കുറച്ചുകൂടി കടുകടുത്ത ശബ്ദത്തിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുകയാ, ഉഖ്റുജ് അലാ കുല്ലി ഖാതിഉ റഹീം. കുടുംബ ബന്ധം മുറിച്ചവരേ ഈ സദസ്സിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കൊള്ളുക. പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേൽക്കുകയാണ്. വർഷങ്ങളോളം തന്റെ ഉമ്മയുടെ സഹോദരിയുമായി പിണക്കത്തിലായിരുന്ന ചെറുപ്പക്കാരൻ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വേദനയോടുകൂടി പുറത്തേക്ക് പോവുകയാണ്. വല്ലാത്ത വേദന തോന്നി. എന്തുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദീനിന്റെ സദസ്സിൽ നിന്ന് എന്നെ പുറത്താക്കി കളഞ്ഞത്? വേദനയോടുകൂടി ആ ചെറുപ്പക്കാരൻ തന്റെ ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് പ്രിയപ്പെട്ട മാതൃ സഹോദരിയുടെ കൈപിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ പൊരുത്തപ്പെടണം. ഇത്രയും നാള് നമ്മൾ പിണങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടണം. കണ്ണീരൊടുക്കി തന്റെ പ്രിയപ്പെട്ട സഹോദരി പുത്രനെ മാറോട് ചെയ്ത് താലിംഗനം ചെയ്ത് ചുംബനം കൊടുത്ത ആ ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, സർവസ്വം മറന്നു മോനെ, നീയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു മോനെ. എന്നാലും ഈ ഉമ്മയൊന്ന് ചോദിക്കട്ടെ, എത്രയോ നാളായി നീ എന്റെ വീട്ടിലേക്ക് വന്നിട്ട്, എത്ര നാളായി നീ പിണങ്ങിക്കഴിഞ്ഞിട്ട്, എന്നാൽ ഇന്ന് വന്നിട്ട് നീ പിണക്കം മാറ്റാൻ കാരണമെന്താ? ഇന്ന് വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കാരണമെന്താ? ഉടൻ തന്നെ ആ ചെറുപ്പക്കാരൻ കാര്യം അവതരിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ദീനീ സദസ്സിൽ പോയി. എന്നാൽ അദ്ദേഹം വന്നിട്ട് കുടുംബ ബന്ധം മുറിച്ചവരൊക്കെ ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് വേദനയോടുകൂടി ഇറങ്ങി വന്നതാ. ആ ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, എങ്കിൽ
എങ്കിൽ നീ ഒന്ന് പോവുക അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. അദ്ദേഹത്തോടൊന്ന് ചോദിക്കു പൊന്നുമോനെ, എന്തുകൊണ്ടാ ഒരു ദീനിന്റെ സദസ്സിൽ വന്നിട്ട് ആഗ്രഹത്തോടുകൂടെ കാത്തിരുന്നിട്ടും കുടുംബ ബന്ധം മുറിച്ചതിന്റെ പേരിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞതിന്റെ കാരണം എന്താ? കള്ളുകുടിയന്മാർ ഇറങ്ങാൻ പറഞ്ഞില്ല, വ്യഭിചാരികൾ ഇറങ്ങാൻ പറഞ്ഞില്ല, മറ്റേതെങ്കിലും കുറ്റം ചെയ്തവർ ഇറങ്ങാൻ പറഞ്ഞില്ല, കുടുംബ ബന്ധം മുറിച്ചവർ ഇറങ്ങാൻ പറഞ്ഞത് എന്തുകൊണ്ടാ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടൊന്ന് ചോദിക്കു പൊന്നുമോനെ. ആ ചെറുപ്പക്കാരൻ തിരികെ പോയി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് കാര്യം ചോദിച്ചു, തങ്ങളെ എന്തുകൊണ്ടാ കുടുംബ ബന്ധം മുറിച്ചവരോട് ഈ ദീനീ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാ, വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുളവൂര പ്രദേശത്തെ സഹോദരങ്ങളോട്, ഒരു ദീനിന്റെ സദസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഖുർആനിന്റെ ശ്രുതിമാധുര്യം പെയ്തിറങ്ങുന്ന, പ്രവാചക പ്രഘോഷണങ്ങളുടെ പരിശുദ്ധി പെയ്തിറങ്ങുന്ന ഒരു ദീനീ സദസ്സിലിരിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഗൗരവകരമായും എടുക്കടേ. മഹാനവറുകളെ പറയുകയാ, ഒരിക്കൽ ഞാൻ എന്റെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനീ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ ഹബീബായ മുത്തവടെ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ മുത്തു റസൂൽ പറഞ്ഞ് പരിചയപ്പെടുത്തുകയുണ്ടായി. തുറലു അഅമാല ബനി ആദമ, എല്ലാ മനുഷ്യരുടെയും അമലുകളെ തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും അല്ലാഹുവിന്റെ സമക്ഷത്തിൽ ഹാജരാക്കപ്പെടുകയാ. നാളെ വെള്ളിയാഴ്ച രാവിന്റെ ദിവസമല്ലേ? പ്രിയപ്പെട്ട ഉസ്താദ് ഷമീർ ദാരിമിയുടെ പ്രഭാഷണം കേൾക്കാൻ ഈ ദീനീ സദസ്സിൽ വന്നിരിക്കുമ്പോ ചിന്തിക്കണേ, ഓരോ വെള്ളിയാഴ്ച രാവുകളിലും നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹുവിന്റെ സമക്ഷത്തിൽ പടച്ച തമ്പുരാന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയാ. പക്ഷേ എന്ത് ചെയ്യാനാ? ഫലോ യഖ്ബലു അമല ഖാതിഉ റഹീം, എന്നാൽ കുടുംബ ബന്ധം മുറിച്ചവരുടെ അമലുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്നതല്ല. കുടുംബ ബന്ധം മുറിച്ചവരെ, കുടുംബക്കാരോട് പിണങ്ങി കഴിയുന്നവരെ, സഹോദരങ്ങളോട് വഴക്കടിച്ച് കഴിയുന്നവരെ, ഇന്നും മിണ്ടാട്ടമില്ലാതെ കഴിഞ്ഞുകൂടുന്നവര്, ഫലാ യഖ്ബലു അമല ഖാതിഉ റഹീം, കുടുംബ ബന്ധം മുറിച്ചവരുടെ നന്മകൾ അത് നശിപ്പിക്കപ്പെട്ട നന്മകളാ, അത് സ്വീകരിക്കപ്പെടാത്ത നന്മകളാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയുള്ള കുടുംബ ബന്ധം മറിച്ച ഒരു മനുഷ്യൻ എന്റെ സദസ്സിൽ വന്നിരുന്നാൽ ഈ സദസ്സ് സ്വീകരിക്കപ്പെടില്ല, ഇവിടെ പറയപ്പെടുന്നത് സ്വീകരിക്കപ്പെടില്ല, ഇവിടെ ചെയ്യുന്ന ദുആ സ്വീകരിക്കപ്പെടില്ല. അതുകൊണ്ടാ ഇറങ്ങിപ്പോകാൻ ഞാൻ പറഞ്ഞത്. ഇന്ന് ഈ രാത്രിയുടെ നിശബ്ദതയിൽ മഴത്തുള്ളികൾ പെയ്തിറങ്ങി, അതേ ഈ ശീതള വായു വീശുന്ന മന്ദഭാരതന്റെ നടുവിൽ ഞാനും നിങ്ങളും ഈ ദീനീ സദസ്സിലിരിക്കുമ്പോ നമ്മളൊന്ന് ചിന്തിക്കടേ, ഈ സദസ്സ് കേൾക്കുന്നവരിൽ ആരെങ്കിലും ഒരാള് കുടുംബക്കാരോട് പിണങ്ങിയവനാണോ? കുടുംബക്കാരോട് വഴക്കടിച്ചവനാണോ? ഈ സദസ്സ് മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ തെള്ളപ്പെട്ട സദസ്സാണെന്ന് ലോകത്തിന്ന് വരെയും കളവിന്റെ ലാഞ്ചന പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത നിത്യവസന്തമേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബക്കാരോട് വഴക്കടിച്ച ഒരാണ്, ഒരു പെണ്ണ് ഈ സദസ്സിലുണ്ടോ? പോയി തീർന്നു, സ്വീകരിക്കപ്പെടില്ല. ഇവിടെ ബഹുമാനനായ സിറാജ് ഉസ്താദ് പറഞ്ഞു, ദീനീ സദസ്സിന്റെ മഹത്വം. അല്ലാഹുവിന്റെ അടുക്കൽ പോലും ദീനീ സദസ്സുകൾ ചർച്ച ചെയ്യും. സ്വഹീഹായ ഹദീസ, ഈ സദസ്സിലിരിക്കുന്നവർക്കെല്ലാം സ്വർഗം തരാമെന്ന് അള്ളാന്റെ വാഗ്ദാനമാണ്, നരകത്തിൽ നിന്ന് രക്ഷിപ്പിക്കാമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. പക്ഷേ അങ്ങനെയുള്ള ഈ മുബാറക്കായ സദസ്സിൽ കുടുംബ ബന്ധം മുറിച്ച ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീ ഇഖാത്തി റഹിം. കുടുംബ ബന്ധം മുറിച്ച ഒരാൾ, ആ ആൾ ഉൾക്കൊള്ളുന്ന ആൾക്കൂട്ടം, അവരിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. കുടുംബബന്ധം വലിയ വിഷയമാണ്. കുടുംബബന്ധം മുറിച്ചവരെ, അവരുടെ അമലുകളെ അല്ലാഹു തആല സ്വീകരിക്കില്ലെന്നാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് നന്മകൾ നശിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടുന്ന വിശുദ്ധി, കുടുംബ രംഗത്തുള്ള വിശുദ്ധി കൈവരിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുപോലെ ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായി ഇതിന്റെ പ്രവർത്തകർ നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. ബക്കറ്റുമായി എന്തിനാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ ദീനീ സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നതും ഇങ്ങനെയുള്ള വഅദ് നസീഹത്തുകളൊക്കെ സംഘടിപ്പിക്കപ്പെടുമ്പോഴും ഒക്കെ അതിൻ്റെ പിന്നിലുള്ള ചെലവ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സന്മനസ്സോടുകൂടി നൽകുന്ന ഈ ബക്കറ്റ് പിരിവിലൂടെയൊക്കെയാണ് നടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള സദസ്സുകളിലൂടെയാണ് 1-2 മണിക്കൂറുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഒഴുക്കി കൊടുത്തേക്കുന്നത്. അത് എനിക്ക് അതിൻ്റെ വിജ്ഞാനമില്ല എങ്കിലും അൽഹംദുലില്ലാഹ് എത്രയോ പ്രഭാഷകന്മാർ അവർ പൊതുജനത്തിൻ്റെ മനസ്സ് കീഴടക്കി പിടിച്ചെടുത്ത് വളയൂരി കൊടുക്കാൻ, മോതിരമൂരി കൊടുക്കാൻ, മാല കൊടുക്കാൻ, ലക്ഷങ്ങൾ കൊടുക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാകുന്നെങ്കിൽ അതൊക്കെ ഇങ്ങനെയുള്ള സദസ്സുകളിലൂടെയാണ്, ഈ ഇരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരിലൂടെയുമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സംഘാടകർ ഇവിടെ ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റുമായി ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അടുക്കൽ വരും. നല്ല സംഭാവന, നമ്മുടെ പോക്കറ്റിലുള്ള ഏറ്റവും നല്ല സംഭാവന. 20-30 എല്ലാവരും നല്ല സംഭാവന എന്ന് പറഞ്ഞപ്പോൾ 10 രൂപ ഇപ്പൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടാവും. ഒരു ദീനീ സദസ്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഭാവന 10 രൂപയാണ്. അതിനപ്പുറം ഇല്ല. 10,001 ആണോ 1000 ആണോ? ഏറ്റവും നല്ല സമ്പത്ത് 10 രൂപയാണ്. ഇന്നെങ്കിലും അതൊന്ന് മാറ്റി നമ്മുടെ പ്രവർത്തന രംഗത്തൊരു വിശുദ്ധി വരട്ടെ. 500 അല്ലെങ്കിൽ 2000 ആ ബക്കറ്റിലേക്ക് നിക്ഷേപിക്കാൻ സന്മനസ്സോടുകൂടി ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളുമൊക്കെ ഉസ്താദന്മാർ ദീനീ പ്രഭാഷണം നടത്തി നമ്മളോട് കാര്യങ്ങൾ അവതരിപ്പിക്കും. അവിടെയുമൊക്കെ നമ്മൾ കാര്യമായി സഹകരിക്കാൻ അൽഹംദുലില്ലാഹ് കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ജോലിയിലെ ബർക്കത്തിനും ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 1000 രൂപ സംഭാവന അല്ലാഹു സ്വീകരിക്കണേ. അല്ലാഹുവേ ഖൈർ നൽകണേ പടച്ചവനെ. അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. ജോലിയിലെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കണേ പടച്ചവനെ. നമ്മളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നമ്മൾ ഓരോരുത്തരും നൽകി സഹകരിക്കണം, വിജയിപ്പിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള 5ാമത്തെ വിശുദ്ധി, അതിങ്ങനെ ചുരുക്കി പറഞ്ഞു പോകാൻ സമയം അനുവദിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട 5ാമത്തെ വിശുദ്ധിയാണ് പൊതു സമൂഹവുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളിലെ വിശുദ്ധി. നമുക്കൊക്കെ പൊതുസമൂഹവുമായി ഒരു ബന്ധമുണ്ട്. എന്നാൽ നാം ഇപ്പോ പറഞ്ഞത് കുടുംബരംഗത്തെ വിശുദ്ധിയാണെങ്കിൽ പൊതുസമൂഹത്തിൽപ്പെട്ട നമ്മുടെ ഒരു സഹോദരനോട് പിണങ്ങിക്കഴിയുന്ന അവസ്ഥ വന്നാൽ അതിന്ന് സർവ്വസാധാരണമായി സംഘടനകളുടെ പേരിൽ പിണക്കം, പാർട്ടിയുടെ പേരിൽ പിണക്കം, ആദർശത്തിന്റെ പേരിൽ പിണക്കം, ഗ്രൂപ്പിന്റെ പേരിൽ പിണക്കം, ഈ പിണക്കങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. ഇസ്ലാമിക സമൂഹം പ്രശ്നങ്ങൾ ഒരുപാട് നേരിടുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ്. നിലനിൽപ്പ് പോലും 3 ദിവസങ്ങൾക്ക് മുമ്പ് കഴിച്ച് ദഹിച്ച ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞാണ് തിരുവോരങ്ങളിലും തീവണ്ടികളിലും ഇട്ട് പാവപ്പെട്ടവരെ വയറ് കീറി കൊന്നുകളയുന്നത്. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ രാജ്യത്തിന്റെ പെരുമാറിൽ നിരോധിക്കപ്പെടുകയാണ്. നാളിത്രയും നമ്മൾ പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ പോലെ പ്രബോധനം നടത്താൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാടുണ്ടോ എന്നാണ്. എന്നാൽ പരസ്യമായി അല്ലാഹുവിനെയും റസൂലിനെയും പറഞ്ഞാൽ പൊതുരംഗത്ത് വർഗീയവാദികളുടെ മർദ്ദനമേൽക്കേണ്ടി വരുന്ന അവസ്ഥകളിലേക്ക് പോലും ഇന്ത്യ രാജ്യത്തിലെ സാംസ്കാരിക കേരളത്തിന്റെ അവസ്ഥ പോലും എത്തിപ്പോയെങ്കിൽ ഇപ്പോഴും കൈകെട്ടേണ്ടത് എവിടെ എന്നുള്ള ചർച്ച അവസാനിച്ചിട്ടില്ല മുസ്ലിം ഉമ്മത്തിൽ. 20 വേണോ 8 വേണോ തീർന്നിട്ടില്ല. പെണ്ണിനെ പള്ളി കൊണ്ടുപോകണോ പോകണ്ടേ തീർന്നിട്ടില്ല. തല മുഴുവൻ തടകണോ പതുകി തടകണോ തീർന്നിട്ടില്ല. എന്നാൽ കൈ എവിടെ കെട്ടണം എന്നുള്ള കാര്യത്തിൽ ചർച്ച ചെയ്യുമ്പോൾ കെട്ടാൻ കൈയുണ്ടാകണ്ടേ എന്ന കാര്യത്തിൽ ചർച്ചയില്ല. പള്ളിയിൽ 8 റക്അത്ത് വേണോ 20 റക്അത്ത് വേണോ എന്നുള്ള ചർച്ചയിൽ നിസ്കരിക്കാൻ പള്ളി ഉണ്ടാകണ്ടേ എന്നുള്ള കാര്യത്തിൽ ചർച്ചയില്ല.
പെണ്ണിനെ പള്ളി കൊണ്ടുപോണോ വേണ്ടയോ എന്നുള്ള ചർച്ചകളിൽ പെണ്ണിന് സംരക്ഷണം കൊടുക്കണ്ടേ എന്നുള്ള ചർച്ചയില്ല. തമ്മിലടിയാണ്. അതിന്റെ പേരിൽ പിണക്കം. എത്ര മഹല്ലുകൾ പ്രശ്നങ്ങൾ അനുഭവിച്ചു. മലബാറിന്റെ ഭാഗങ്ങളിലേക്ക് പോയി നോക്കി, എത്ര ജുമുഅത്ത് പള്ളികളിൽ പൂട്ടിയിടപ്പെട്ടിരിക്കുന്നു, സീല് വെക്കപ്പെട്ടിരിക്കുന്നു. പ്രശ്നങ്ങളാണ് ഗ്രൂപ്പിസത്തിന്റെ പേരിൽ. പള്ളിയിൽ ഇമാമ്, ഔദ്യോഗിക ഇമാമ് ഖുതുബ നടത്താൻ വരുമ്പോൾ ആ എതിർ പാർട്ടിക്കാർ മിമ്പറിൽ കയറി കുത്തിയിരിപ്പ് സമരം നടത്താം. ഇവിടെ ജുമാ മുടങ്ങിയാലും പ്രശ്നമല്ല അല്ലേ? മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ തമ്മിലടി. ഇവിടെ ഇങ്ങനെ നിസാര വിഷയങ്ങൾ പറഞ്ഞ് തമ്മിലടിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഇസ്ലാമിക സമൂഹം വേദനാജനമായ പ്രശ്നങ്ങൾ നേരിടുകയാണ്, കുഴപ്പങ്ങൾ നേരിടുകയാണ്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. മ്യാൻമറിലെയും ബർമയിലെയും മറാഖാനിലെയും ഒക്കെ വിഷയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നാൽക്കാലി മൃഗത്തിന്റെ വില പോലും കൽപ്പിക്കപ്പെടാതെ നാം ഹദീസുകളിലൂടെയും ഖുർആൻ ആയത്തുകളിലൂടെയും മാത്രം കേട്ടിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ കണ്ടു. വലിയ കിടങ്ങുകൾ കുഴിച്ചുണ്ടാക്കി അതിലേക്ക് മുസ്ലിമുകളെ പിടിച്ച് തെള്ളിയിട്ട് ആ മുസ്ലിം സ്ത്രീജനങ്ങളെയും സഹോദരങ്ങളെയും കലിമ ചൊല്ലി മരണത്തെ മുന്നിൽ കണ്ടു നിൽക്കുന്നവരെ ബുൾഡോസർ കൊണ്ടുവന്ന് മണ്ണ് മൂടിയിട്ട് കൊന്നുകളയുകയാ. അപ്പോഴും അവർക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനെങ്കിലും കേരളത്തിന്റെ മണ്ണിൽ ഐക്യപ്പെടാൻ മുസ്ലിം പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല. ഇപ്പോഴും നമുക്ക് കഴിയുന്നില്ല. ഇപ്പോഴും ആ വിഷയത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഒക്കെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും വേണ്ടിയിട്ട് നടക്കുകയാ. ചിന്തിക്കുന്നുണ്ടോ നമ്മൾ? ഈ ഐക്യമെന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു ചെല്ലാത്തത് എന്തുകൊണ്ടാ? നമ്മൾ കണ്ടില്ലേ, ഒരു ടയർ, ആ ടയറിന് നടുവിൽ ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തി പെട്രോൾ ഒഴിച്ചിട്ട് ആ മനുഷ്യനെയും ടയറിനെയും ഒന്നിച്ച് കത്തിക്കുന്നു. ജീവനോടുകൂടി ആ മനുഷ്യൻ കിടന്ന് പിടയുകയാ. മ്യാൻമറില്, അറാഖാനില് നമുക്കിപ്പോഴും തമ്മിലടിയാണ്. നമ്മളിപ്പോഴും മഴക്കിലും വക്കാണത്തില്ല ഉദ്ഹിയ്യത്തിന് ആടിനെ കൊടുക്കണോ കോഴിയോ കൊടുക്കണോ എന്ന് അല്ലേ? ഉദ്ഹിയ്യക്ക് നാൽക്കാലി മൃഗങ്ങളെ അറുക്കുന്നതിനേക്കാളും ക്രൂരമായി പാവപ്പെട്ട പിഞ്ചോമന മക്കളെ അവിടെ അറുത്തു മാറ്റുകയാണ്. എവിടെ? ആർക്കാണ് ഐക്യപ്പെടാൻ കഴിയുന്നത്? ആർക്കാണൊന്ന് ഐക്യത്തിന്റെ ശബ്ദമുയർത്താൻ കഴിയുന്നത്? ഐക്യമില്ലാത്ത സമുദായത്തെ അല്ലാഹുവിന് ആവശ്യമില്ല. ഐക്യത്തിന്റെ ചിന്താഗതികളില്ലാത്ത ഒരു സമൂഹത്തിന് പടച്ചവന്റെ സഹായമില്ല. ഐക്യത്തിന്റെ സന്ദേശമില്ലാത്തവർക്ക് അല്ലാഹുവിന്റെ മുന്നിൽ സ്വീകാര്യതയില്ല. ഹബീബായ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇത്നയൈനി വ യൗമൽ ഖമീസ്. ഓരോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പടച്ച തമ്പുരാൻ സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറക്കും. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ. അല്ലാഹുവിൽ ശിർക്ക് വയ്ക്കാത്ത, കുഫ്രിയത്തിലേക്ക് പോകാത്ത, അല്ലാഹുവിനെ ആരാധിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. പക്ഷേ ഇല്ലാ റജുലുൻ കാന ബൈനഹു വ ബൈന അഖീഹി ശഹ്നാ. എന്നാൽ എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമ്പോഴും എല്ലാ വിശ്വാസികൾക്കും പടച്ചവന്റെ ഭാഗത്ത് നിന്നുള്ള കരുണ കിട്ടുമ്പോഴും ഹബീബായ റസൂൽ പറയുന്നു, പക്ഷേ ഇല്ലാ റജുലുൻ കാന ബൈനഹു വ ബൈന അഖീഹി ശഹ്നാ. എന്നാൽ പരസ്പരം വഴക്കടിച്ചിരിക്കുന്ന രണ്ട് മുസ്ലിമുകളുണ്ടോ? വൈരാഗ്യത്തിൽ കഴിയുന്ന രണ്ട് മുസ്ലിമുകളുണ്ടോ? സംഘടനയുടെ പാർട്ടിയുടെ നേതാവിന്റെ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞുകൊണ്ട് തമ്മിലടിച്ചുകൊണ്ട് ഐക്യമില്ലാതെ കഴിയുന്ന മുസ്ലിമുകളില്ലേ? ഈ മുസ്ലിമുകളുടെ പാപങ്ങളല്ല പുറത്തു കൊടുക്കുന്നതല്ല. ഈ മുസ്ലിമുകൾക്ക് അല്ലാഹുവിന്റെ മുന്നിൽ സ്വീകാര്യതയില്ല. അല്ലാഹു പറയുന്ന പടച്ച തമ്പുരാൻ മലക്കുകളോട് പറയും, മലക്കുകളെ, പാപം പൊറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇവരെ എഴുതേണ്ട മലക്കുകളെ, പിന്നെയോ മലക്കുകളെ നിങ്ങൾ നോക്കൂ, മലക്കുകളെ, ഇവർക്കിടയിലുള്ള വഴക്കും വൈരാഗ്യവും തീരുന്നുണ്ടോ എന്ന് നോക്കുക. എങ്കിൽ മാത്രം ഇവരുടെ പേരുകൾ എഴുതുക. അതല്ല എങ്കിലോ ഇവരുടെ പേരുകൾ പാപം പൊറുക്കപ്പെട്ടവരോടൊപ്പം ചേർക്കണ്ട എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ. അതുകൊണ്ട് തിരിച്ചറിവുണ്ടാകട്ടെ. പരസ്പര സഹോദര ബന്ധത്തിന്റെ പൊതുസമൂഹത്തിന്റെ വിശുദ്ധി കൈവരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകട്ടെ. ഈ തമ്മിലടിയും വഴക്കും തീർക്കാൻ നമുക്ക് കഴിയട്ടെ. അല്ലാഹുവിന്റെ സഹായം നേടിയെടുക്കാൻ കഴിയട്ടെ. ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫാ കഅന്നഹും ബുൻയാനും മർസൂസ്. ഐക്യത്തോടുകൂടി ഒരു കെട്ടിറപ്പുള്ള കെട്ടിടത്തെ പോലെ ഇസ്ലാമിന് വേണ്ടി ഐക്യത്തോടുകൂടി പോരാട്ടം നടത്തുന്നവരാരോ അവരെയാണ് അല്ലാഹുവിന് ഇഷ്ടമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഐക്യത്തിലാ പടച്ചവന്റെ സഹായമുള്ളത്, സഹോദര്യത്തിലാ പടച്ചവന്റെ സ്നേഹമുള്ളത്. അബ്ദുൽ നാസർ മഅദനി ഉൾപ്പെടെ മൂന്നാറാത്തെ ചെറുപ്പക്കാർ ഉൾപ്പെടെ മൂവാറ്റുപുഴയിലെ ചെറുപ്പക്കാർ ഉൾപ്പെടെ ജയിലിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ അല്ലാഹുവിന്റെ സഹായം നമുക്ക് വേണ്ടയോ? റിയാസ് മുസ്ലിയാരെ പോലെ പള്ളി വരാന്തകളിൽ വയറുകീറി കൊല ചെയ്യപ്പെടുന്ന പണ്ഡിതന്മാരുടെ കാലഘട്ടത്തില് ഫൈസലിനെ പോലെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ വർഗീയ പരിവാരങ്ങൾ വധശിക്ഷ വിധിച്ചവരുടെ പോലെ അതേ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ വർഗീയതയുടെ തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഡോക്ടർ ഹാദിയെ പോലെ ആയിഷയെ പോലെ എത്രയോ പേർക്ക് മോചനം ആവശ്യമുണ്ട്. അല്ലാഹുവിന്റെ സഹായം നമുക്ക് വേണോ? ഐക്യത്തിലൂടെ സഹായം നേടിയെടുക്കാൻ കഴിയട്ടെ. സഹോദര്യത്തിലൂടെ സഹായം നേടിയെടുക്കാൻ കഴിയട്ടെ. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പടച്ചവൻ പുറത്തു. അല്ലാഹുവിന്റെ മുന്നിൽ നമ്മുടെ നന്മകൾ സ്വീകരിക്കപ്പെടുന്ന നന്മകളായി മാറണോ? സഹോദര്യത്തിന്റെ വക്താക്കളാവുക. നബിയുനാ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അഞ്ചാമതായി നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുക്കേണ്ടുന്ന വിശുദ്ധി, സാമൂഹിക ബന്ധങ്ങളിലുള്ള വിശുദ്ധി. ഈ 5 വിശുദ്ധികളും നേടിയെടുത്ത് നമ്മുടെ നന്മകൾ അള്ളാഹുവിന്റെ മുന്നിൽ സ്വീകാര്യയോഗ്യമായ നന്മകളാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മഴയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിരിക്കുക. ഇപ്പൊ സ്കൂൾ വിട്ട നനയാതങ്ങ് പോയേക്കാം.